ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ട്യൂബേഴ്സ് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് ഏകദേശം 4 മാസം കഴിഞ്ഞതാണ് നമ്മുടെ ഈ ലോട്ടസ് നട്ടിട്ട്. ഞാൻ 3 ടൈപ്പ് ലോട്ടസ് വാങ്ങിയിരുന്നു. സിയാൻ റൂബിയും പിങ്ക് ക്ലൗഡും ബുച്ചിയും. ഇതിൽ സിയാൻ റൂബിയിൽ മാത്രമേ എനിക്ക് പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ നമ്മുടെ പിങ്ക് ക്ലൗഡും ബുച്ചിയിലും പൂക്കൾ വന്നിട്ടില്ല. അപ്പം അതിൽ നിറയെ ട്യൂബേഴ്സ് ആയിട്ടുണ്ട്. ആ ട്യൂബേഴ്സ് എടുക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പം എനിക്ക് ലോട്ടസ് അധികം നട്ട് പരിചയമില്ല. ആദ്യമായിട്ടായിരുന്നു ഞാൻ ലോട്ടസ് നട്ടത്. അപ്പം അതിൽ നിന്ന് ട്യൂബേഴ്സ് എടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ ഇതിലങ്ങ് ചെയ്യുകയാണ്. പതുക്കെ ഇലകൾ പൊക്കിയിട്ട് മണ്ണ് മാറ്റി അതിൽ തന്നെ വെച്ച് തന്നെ കഴുകിയെടുത്ത് പുറത്തെടുക്കുകയാണ്. ഈ ബുച്ചയുടെയും പിങ്ക് ക്ലൗഡിൻ്റെയൊക്കെ റണ്ണേഴ്സ് എടുത്തൊന്ന് മാറ്റി നട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൽ പൂക്കൾ വന്നിരുന്നേനെ. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, റണ്ണേഴ്സും മാറ്റി നട്ടാലോ അല്ലെങ്കിൽ വീണ്ടും റീപ്പോർട്ട് ചെയ്താലോ പൂക്കൾ ഉണ്ടാകുമെന്ന്. പക്ഷേ 1 മാസം കൂടെ വെയിറ്റ് ചെയ്യാം, ഒന്നുകൂടെ നോക്കാമെന്ന് കരുതി നിർത്തിയിരുന്നതായിരുന്നു ഞാൻ, പൂക്കൾ വരുമെന്ന് കരുതി. പിന്നെ 1 മാസം വെക്കേഷനായിരുന്നു, നാട്ടിൽ പോയത് കാരണം അന്നേരം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം എന്തായാലും ട്യൂബേഴ്സ് എടുക്കുകയാണ്. ഇത് പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബറാണ്. നല്ല പോലെ ട്യൂബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം 1-2 എണ്ണം ഞാൻ നട്ടിട്ട് ബാക്കി ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ സിയാൻ റൂബിയും, അതിലും ഇത്രയും വലിയ ട്യൂബേഴ്സ് ഇല്ല, എങ്കിലും അത്യാവശ്യം 3-4 ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയും നല്ല തിക്ക് റണ്ണർ ഞാൻ മാറ്റി നട്ടിട്ട് ട്യൂബേഴ്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ്. എന്തായാലും ഈ മഴ സമയത്ത് തന്നെ മാറ്റി നടാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ട്യൂബേഴ്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.